Hi, hello, welcome back to my channel. ഇന്ന് വന്നിട്ടുള്ളത് നല്ല സിമ്പിൾ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പീസുമായിട്ടാണ്. 3 റെസിപ്പീസ് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. നല്ല സിമ്പിളാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ചില സാൻഡ്വിച്ചിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് കാണാത്തവർ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം ഈ സാൻഡ്വിച്ച് റെഡിയാക്കാനായിട്ട് ഞാൻ ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പാനിലിട്ട് 2 ഭാഗം ഒന്ന് തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത് അതിന് അനുസരിച്ചിട്ട് ബ്രെഡ് എടുക്കാം. പിന്നെ ഇതിലോട്ടൊരു ചട്നി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ട് 1/4 കപ്പ് തേങ്ങ ചിരവിയതും 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകിന് ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിയില, കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിക്ക് പകരം ചെറുനാരങ്ങ നീര് യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടുള്ള ബാക്കി ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം ഒരു ബൗളിലോട്ട് ഒരു അരമുറി സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അരമുറി തക്കാളി ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് മല്ലിയില, എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മയോണൈസ്, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ക്യാരറ്റ്, ക്യാബേജൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്യാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം പിന്നെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് എടുക്കുക. അതിന് മേലെ മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വേറൊരു ബ്രെഡ് എടുത്തിട്ട് അതിൽ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ചട്നി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മയോണൈസിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും മിക്സ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് മറ്റേ ബ്രെഡ് കൊണ്ട് കവർ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇത് നമ്മൾ ഇനി ടോസ്റ്റ് ചെയ്തെടുക്കുകയൊന്നും വേണ്ട. ഇനി അടുത്ത സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഒരു ബൗളിലോട്ട് ഒരു പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം തക്കാളി ചോപ്പ് ചെയ്തത്, പിന്നെ ഉള്ളി, മല്ലിയില, പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, മയോണൈസ്, ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം പിന്നെ നമ്മൾ ചൂടാക്കിയിട്ടുള്ള ബ്രെഡിൽ മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മുട്ടയുടെയും വെജിറ്റബിൾസിൻ്റെയും മിക്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് വേറൊരു ബ്രെഡിൽ ടൊമാറ്റോ സോസോ കെച്ചപ്പോ സ്പ്രെഡ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇതും നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ റെസിപ്പി നോക്കാം. അപ്പോൾ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മേലെ ചട്നി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലെ തക്കാളി റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മേലെ പുഴുങ്ങിയ മുട്ട റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന് മേലെ നിങ്ങൾക്ക് ഉള്ളിയൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ അതിന് വേറൊരു ബ്രെഡിൽ മയോണൈസ് സ്പ്രെഡ് ചെയ്ത് ഇതിന് മേലെ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ 3 സാൻഡ്വിച്ച് റെസിപ്പീസാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ചാനലിലെ മറ്റ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക.